ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ അസത്യഭാമയ്ക്ക് എന്തോ പറയാനുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. 3 വയസ്സിൽ 4 വയസ്സിലൊക്കെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. ഓഹോ, കുട്ടിയെ ഞാൻ പഠിക്കണം ആദ്യമേ. എങ്ങനത്തെ രീതിയിലുള്ള കുട്ടികളാണ്, അതായത് കുറച്ച് ഷാഠ്യമുള്ള കുട്ടികൾ കാണും, ദേഷ്യമുള്ളത് കാണും. നമ്മളടുത്തൊക്കെ ഓടി വന്നിട്ട് ഇങ്ങനെ ചേർന്ന് വന്ന് നിന്നിട്ട് വിശേഷങ്ങൾ പറയൽ, വീട്ടിലെ വിശേഷങ്ങൾ പറയുക. അങ്ങനെ വരുമ്പോൾ ടീച്ചറിനെ പേടിയില്ലാത്തൊരു രീതിയിലോട്ട് ആ കുട്ടീനെ നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരണം. ആദ്യം എങ്ങനെയെങ്കിലും തട്ടിക്കുമ്പിടുന്നത് നമ്മൾ പഠിപ്പിക്കും. ഒരു വിധാന പോട്ടെ, ഭൂമി അങ്ങനെയൊന്നും ചവിട്ടിയില്ലെങ്കിൽ പോലും ഭൂമിദേവിയെ തൊട്ട് തൊഴുന്നവരെ അത് മാത്രമെങ്കിലും കാണിക്കും. ഞാൻ കുറച്ച് കളിക്കുന്ന കുട്ടികൾ മുമ്പേ നിർത്തും. ഇവളെ പുറകെ നിർത്താം കുട്ടിയെ, പുതിയ കുട്ടിയെ. അപ്പോൾ അങ്ങനെ അത് കണ്ട് മുമ്പിൽ നിൽക്കുന്ന കുട്ടീനെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കളിക്കണ്ടാവും. ഒരു വിദ്യാർത്ഥിയോട് ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ, നാളെ ഞാൻ ആരായില്ലെന്ന് ആര് കണ്ടു. ചിലപ്പോൾ നന്നായിട്ട് കളിക്കും. അപ്പം ഞാൻ അപ്പോഴും ആദ്യം ശ്രദ്ധിക്കാൻ തറയും കുട്ടിക്ക് താളം ഉണ്ടോന്നാണ്. അത് ടീച്ചർ താളമിട്ടെന്റെ കുഴപ്പമായിരിക്കും, എനിക്ക് താളമൊക്കെ ഉണ്ട്. താളം ഉണ്ടെങ്കിലേ നമുക്കത് പഠിക്കാൻ പറ്റൂ. താളമുള്ള ഒരു കുട്ടിയുടെ ലക്ഷണം എന്താ അറിയോ? ആളൊരു പൊടിക്ക് പോയി കഴിഞ്ഞാൽ കളിക്കണ നല്ല താളമുള്ള കുട്ടിയാണെങ്കിൽ ഉടനെ എന്നെ നോക്കും. അവൾക്ക് മനസ്സിലായി താളം പോയി എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി രക്ഷപ്പെടും. നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്. ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ, ഞാൻ അതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ട കിട്ടോ. പോയാ മതി, ഇത്രയൊക്കെ മതി. ആ ഫ്ലോ അങ്ങോട്ട് പോയി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.